അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആർ കെ ചേട്ടൻ നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ 100ാമത്തെ അദ്ദേഹത്തിൻ്റെ ഹാഫ് മാരത്തോൺ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. 2025 മാസത്തിലെ ഫിനിഷ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇപ്പം നമുക്ക് സമ്മാനിച്ചേക്കുന്നത്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടാണിത്. ആ ചടങ്ങിലേക്ക് അദ്ദേഹത്തിനൊരു മൊമെൻറ്റോയും അതുപോലെ തന്നെ ഒരു ഷോളും അണിയിച്ച് വരാനായിട്ട് നമ്മുടെ പ്രസിഡന്റിനെ വേദിയിലേക്ക് 75ാമത്തെ വയസ്സിലും 100 ഹാഫ് മാരത്തോൺ ഓടുക എന്നുള്ളത് ഒരു അപൂർവമായ ഒരു നേട്ടമാണ്. തീർച്ചയായും ഈ സമയത്ത് ഒരു ഷാളൻ അതിയായ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ആർ കെ ചേട്ടനെ അർപ്പിക്കുകയാണ്. ഈ ഒരു മൊമെന്റോ സമ്മാനിക്കുന്നതിന് മുന്നേ ഈ മൊമെന്റോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന നമ്മളുടെ മെമ്പർ ആയിട്ടുള്ള ഷാബു വർഗീസ്, ഈ ഷാബു വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ്. പക്ഷെ നമ്മൾ ആരും അറിയപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ്. പക്ഷെ നമുക്ക് വേറൊരു അവസരത്തിൽ പുള്ളിനെ ഇതേപോലെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിലൂടെ അറിയപ്പെടും. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ അദ്ദേഹത്തിന് ഒരു ഷാൾ കൊടുക്കാനായിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും അനുവാദത്തോടുകൂടി ഞാൻ ക്ലിയർ ആയിട്ടൊരു ഫോട്ടോ ഇടട്ടെ. ഓക്കെ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. യെസ്, നോർത്ത് ഇന്ത്യൻ. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടത്തിലെ തന്നെ ലാലേട്ടനായ നമ്മളുടെ പോളേട്ടൻ ഇല്ലാതെ നമുക്കൊരു മാരത്തോൺ ഇല്ല. അപ്പൊ പോളേട്ടൻ ആണ് നമുക്കിനി അടുത്തതായിട്ട് ആശംസകൾ കൊടുക്കുകയും അദ്ദേഹത്തിന് ഒരു ഷോൾ അണിഞ്ഞ് ആ ഒരു ആദരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പോളേട്ടനെ ഓറഞ്ച് തന്നെ എല്ലാവർക്കും എന്റെ നമസ്കാരം. നമ്മുടെ ഈ ഓറഞ്ച് റണ്ണറെ സംബന്ധിച്ചോളം ഇന്നൊരു സുദിനമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ മനുഷ്യനാണെന്ന് എനിക്ക് സംശയമുണ്ട്. 75ാമത്തെ വയസ്സിൽ 10 മാസത്തിനിടെ 100 ഹാഫ് മാരത്തോൺ പോരാൻ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അതും 75ാമത്തെ വയസ്സിൽ. ചേട്ടനെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത്? എല്ലാവിധ ആശംസകളും നേർന്നു. ഇനി മുന്നോട്ട് പോകട്ടെ. മറ്റൊരു കാര്യം, ഇദ്ദേഹം ഈ 100 ഹാഫ് മാരത്തോൺ ഓടാൻ സഹായിച്ചത് നിങ്ങളെല്ലാം തന്നെയാണ്. അതോടൊപ്പം ഏത് കാര്യത്തിനാലും വീട്ടിൽ കുടുംബത്തിന്റെ ഫാമിലിയുടെ സപ്പോർട്ടിലാണ്. ഫാമിലി ഇനി ഓറഞ്ച് റണ്ണേഴ്സിന്റെ തന്നെ ഈ ബാംഗ്ലൂർ മാരത്തോണിൽ നമ്മളുടെ 42 കംപ്ലീറ്റ് ചെയ്തേക്കുന്ന അരുൺ ഓക്കെ നോ പ്രോബ്ലം. അപ്പം അരുണിന് വേണ്ടി ആ ഒരു ഷോൾ അണിയിക്കുന്നതിനായിട്ട് ശ്രീ കൽസൻജിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓറഞ്ചിന്റെ കല്യാണം ഓർമ്മയുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ മൊമെന്റോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ശ്രീ ഷാബുവിന്റെ വ്യക്തിപരമായ രീതിയിൽ ഒരു മൊമെന്റോ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Very good. Come on. Yeah. ഞാൻ ഇവിടെ പറയുന്നില്ല. Super. Tendi. Very nice.
രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് സൂപ്പർ Wow. എല്ലാവരും കാണുമ്പോ മറ്റേ ചാണകപ്പൊടി പോലെ ഞാൻ വരച്ചത് ഓറഞ്ചാണ്. ഒന്നും പറയണ്ട. ഞാൻ രണ്ട് വാക്ക് പറഞ്ഞോട്ടെ. ആർക്കെ സാറെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ നാണപ്പെടുത്തരുത്. ഞങ്ങൾ നാണപ്പെട്ടിരിക്കണേ. 100 ഓടിയിട്ട് Yeah, go ahead, go ahead. ഞാൻ ഈ പുള്ളിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് റണ്ണുണ്ടല്ലോ 42. അപ്പൊ 42 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രായമായ മനുഷ്യന് ഓടിക്കൊണ്ട്. അപ്പൊ ഞാനിവിടെ ടെണ്ടുൽക്കർ ഉണ്ടല്ലോ, ടെണ്ടുൽക്കർ ഉള്ളതുകൊണ്ട് ടെണ്ടുൽക്കറെ കാണാനെന്ന് വിചാരിച്ച് ഓടിപ്പാഞ്ഞ് ഈ വയസ്സിന് എവിടെ എത്താനാ ഈ 42 കിലോമീറ്റർ എന്ന് വിചാരിച്ച് ഞാൻ ഓടി കുറെ കഴിഞ്ഞപ്പോൾ കാപ്പിക്കൂര് പോലത്തെ കാഫും വെച്ചിട്ട് ഒരു മനുഷ്യൻ എന്നെ ഓട്ടയ്ക്ക് അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തലയിറങ്ങി കഴിഞ്ഞാൽ മസൂസൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നീട് ഞാൻ കാണുന്നത് നോക്കാൻ ദൈവത്തെ പോലത്തെ ഒരു മനുഷ്യൻ താടിയും വെച്ചിട്ട് ഈ വ്യക്തി എന്നെ കുറെ പ്രാവശ്യമായി തോൽപ്പിക്കുന്നത് ഒരു നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല. അപ്പൊ ഇത് തന്നെ ചെയ്യണം. എനിക്ക് ഈ പുള്ളിനെ ഇന്നെങ്കിലും ഞാൻ തോൽപ്പിക്കാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി ഇതാ പിന്നെ ഓടിയിട്ട് എന്നെ അത് ഇങ്ങനത്തെ വ്യക്തികളെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. ഈ വ്യക്തികളെ കൊണ്ട് നമുക്ക് ഒരു ഉണർവാണ്. ഞാൻ മലയാളം സംസാരിക്കാൻ ഞാൻ കർണാടകത്തിലാണ്. കർണാടകത്തിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ചെറിയ സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഓറഞ്ചിലൂടെ ഞാൻ ഒരു എന്താണ് തലക്കടി കൊണ്ട് പട്ടീനെ പോലെ ഓടിക്കൊണ്ടിരുന്ന എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഓറഞ്ച് ക്ലബിൽ ചേർത്തി ഇവിടെയുള്ള കൽസം ചേട്ടനും പിന്നെ ഇവരെല്ലാവരും കൂടി ചേർത്ത് ഒരു ഓട്ടക്കാരനാക്കി തീർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഇവരിൽ നിന്ന് ഞാൻ ഇവരെ ഇന്നല്ല നാളെ എപ്പോഴെങ്കിലും തോൽപ്പിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഒരാൾക്കും കൂടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൽവിൻ വിചാരിച്ച് ഞാൻ ആൽവിനോട് ഒരു അപേക്ഷയുണ്ട് ഈ കൂട്ടത്തിൽ. എന്തെങ്കിലും ഒരു ദിവസം ഈ ആളെ കാണുമ്പോ ഒന്ന് പൈസ അല്ലെങ്കിൽ ഇനിയും കിട്ടും, അല്ലെങ്കിൽ ഇനിയും കിട്ടും. മമ്മണ്ട ഇത് വരച്ചേക്കുന്നത് ഞാനും കൂടെ അല്ല, വേറെ ആരും കൂടെ ഇല്ല. അദ്ദേഹത്തിനെ കുറിച്ച് കുറെ വാഴ്ത്തി പറഞ്ഞു. ഇനി എനിക്ക് പറയാനൊന്നുമില്ല. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ വർഷം ഇദ്ദേഹം 100 തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 50-ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനകത്തെ ഒരു 90% അദ്ദേഹമാണ് എന്നെ ഓടിച്ചിട്ടുള്ളത്. എനിക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഇഞ്ചറി വന്നു, അതുകൊണ്ട് ഇന്ന് ഷോർട്ടായി. പക്ഷേ ഞാൻ 26 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഐ എം ഷുവർ ദാറ്റ് ഐ എം ഗോയിങ് ടു കംപ്ലീറ്റ് 50 in this year itself. Again we will have a function like this. That is the spirit. Yeah. Yes. ഭാഗ്യമാണ് സാർ ഇങ്ങനെ ഇടലും ചാൻസ് കിട്ടിയതും. ഞാനൊക്കെ ഒരു എന്താ പറയാ ഏറ്റവും താഴെയും ശിഖരത്തിന്റെ കൂടെ നിൽക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത കാലത്തൊന്നും ഓക്കെ. രാഷ്ട്രസാർ നിർത്താറില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതെ, ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മളുടെ ഈ ആർക്കിച്ചനെ എപ്പോഴും പുറകിൽ നിന്ന് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്. 100 ഹാഫ് മാരത്തോൺ ഈ പൂർത്തീകരിച്ചില്ലേ, പുള്ളിക്ക് ഇതിലൊരു പങ്കുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഭാര്യയ്ക്കും പങ്കുണ്ട്. തീർച്ചയായിട്ടും കൽസനെ ഈ വേദിയിലിട്ട്, അതായത് അടുത്ത ആർക്കച്ചേട്ടന്റെ പുറകിൽ എപ്പോഴും ഒരാള് ആദ്യം ഓടി തുടങ്ങിയ ഞങ്ങളാണ്. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ കാരണം ഞങ്ങളാണ് ആദ്യം. കാൾസനാണ് എന്റെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ ഓറഞ്ച് റണ്ണേഴ്സോട് അസോസിയേറ്റ് ആയിട്ടുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ്, ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. ഓറഞ്ച് റണ്ണേഴ്സ് എപ്പോഴും എൻ്റെ റണ്ണിങ്ങിൻ്റെ കേപ്പബിലിറ്റി ഒരുപാട് കൂട്ടിയിട്ടുണ്ട്.
ആരുടെ കൂടെ ഓടിയാലും they don't let me down. ഇന്ന് I could not have finished my run without Arunji, Jaguji, or even the last Wilson ji. Everybody know they don't leave you in between and go. They make you, they see to it that you run. It's a family. So proud to be with them. Thank you. And even RKG ഇല്ലാണ്ട് ഞാൻ ഗ്രൗണ്ടിൽ ഓടിയിട്ടേ ഇല്ല. എത്ര പ്രാവശ്യം എന്നെ കൊണ്ട് ഓടിപ്പിച്ചിട്ടുണ്ട്. Thank you.